നമസ്കാരം. നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകൾ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് കാണുമ്പോൾ അതിനെ കമ്പയർ ചെയ്യുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളുമായിട്ടാണ്. അതതിൻ്റെ പ്രവർത്തന ശൈലിയെ കമ്പയർ ചെയ്യുന്നതായാലും പ്രൈസിങ്ങിനെ കമ്പയർ ചെയ്യുന്നതായാലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് അത് കാരണമാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം ഭൂമി ഒരു തവണ കറങ്ങി വരുന്നതിന് 24 മണിക്കൂർ എടുക്കുമെന്ന്. 360 ഡിഗ്രി ടേൺ ചെയ്യാൻ ഭൂമി 24 മണിക്കൂർ എടുക്കില്ല എന്നതാണ് സത്യം. പക്ഷെ നമ്മൾ എങ്ങനെയോ അത് 100% ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം നമുക്ക് ഒരു ദിവസം തുടങ്ങി അവസാനിക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു എന്നത് അറിയാവുന്നത് കൊണ്ടാണ്. അല്ലാതെ സയൻറ്റിഫിക്കലി ഭൂമിയുടെ കറക്കത്തിന് 360 ഡിഗ്രി ടേൺ ചെയ്യാൻ 24 മണിക്കൂർ വേണ്ടുന്നത് കൊണ്ടല്ല. പക്ഷെ ഇതൊരാൾ തിരുത്താൻ ശ്രമിച്ചാലോ നമുക്കല്പം പ്രയാസം തോന്നും. ശരിയല്ലാത്ത കാര്യം പറയുന്നു എന്ന് തോന്നും. സൂര്യനെ ചുറ്റുന്ന ഭൂമി സൂര്യനെ ചുറ്റി ആ 360 ഡിഗ്രി ടേൺ ചെയ്ത് വരാനായിട്ട് 365 ദിവസം എടുക്കുന്നുണ്ട് അപ്രോക്സിമേറ്റ്ലി. നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഒരു ലീപ്പ് ഇയറും മാനേജ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ 360 ഡിഗ്രി ടേൺ ചെയ്യാൻ 365 ദിവസം ആവറേജ് എടുക്കുമ്പോൾ ഒരു ദിവസം സൂര്യൻ്റെ ചുറ്റും ഏകദേശം 1 ഡിഗ്രി ടേൺ, അതിനല്പം താഴെ ഭൂമി മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 360 ഡിഗ്രി നമ്മുടെ ഭൂമി സ്വയം ചുറ്റിയാൽ നമ്മൾ മുമ്പ് സൂര്യനെ കണ്ട സ്ഥലത്ത് കൃത്യമായി കാണില്ല. വീണ്ടും 1 ഡിഗ്രിയും കൂടെ ടേൺ ചെയ്യണം. അതിനുവേണ്ടി യഥാർത്ഥത്തിൽ 24 മണിക്കൂർ തികയുന്നുണ്ട്. 23 മണിക്കൂറും 56 മിനിറ്റും അല്പം സെക്കൻഡുകളും കൂടെയുണ്ട്. നമുക്ക് 360 ഡിഗ്രി ടേൺ കഴിഞ്ഞ് പിന്നീട് ഭൂമിയുടെ സൂര്യനെ ചുറ്റിയുള്ള 1 ഡിഗ്രി ടേണിൻ്റെ ആ വേരിയേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് സൂര്യനെ പണ്ട് കണ്ട അതേ പൊസിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ ഇതിനെ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല. അതുപോലെയാണ് ഹോസ്പിറ്റലിൽ ഡിജിറ്റലൈസേഷന്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലുകൾ HIMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ HIMS സോഫ്റ്റ്വെയർ പ്രൊവൈഡർ ഒരു വെണ്ടർ മാത്രമാകുന്നു. അതിൻ്റെ കാരണം അവിടെ മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ചെയ്യുന്ന ഗ്രേപ്സ് ആക്ച്വലി ഒരു വെണ്ടർ മാത്രമല്ല ഒരു ഹോസ്പിറ്റലിന്. ആ മുഴുവൻ പ്രവർത്തനങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു മാരേജ് പോലെയാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി ഒരുപാട് കാലം കൂടെ പോകുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന മേഖല ആണത്. കാരണം ആ ഹോസ്പിറ്റലിൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളെ ഈ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ കൂടെയാണ് മനോഹരമാക്കി മാറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഗ്രേപ്സ് ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായി കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന ഒരു സിംഗിൾ സൊല്യൂഷനാണ്. ഗ്രേപ്സ് ഒരു ഹോസ്പിറ്റലിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ മറ്റു ഒരാവശ്യത്തിനും പലപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ആവശ്യമില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് പോവുക. അപ്പോൾ അനേകം കാര്യങ്ങളിൽ ഒരെണ്ണമായി മാത്രമുള്ള ഒരു HIS സോഫ്റ്റ്വെയറുമായിട്ട് അല്ല ഗ്രേപ്സിൻ്റെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സോ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഹോസ്പിറ്റലിൻ്റെ എൻ്റയർ കൾച്ചറിനെ പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമാവുന്ന രീതിയിലേക്ക് മാറ്റുന്ന പ്രവർത്തനമാണ് നടത്തുന്നത്.